നവ അനുരാഗിണി. ശരത്കാല ചന്ദ്രന്റെ വെള്ളി വെളിച്ചത്തിൽ രാധയുമായുള്ള വിരഹവേദനയാൽ നീറി യമുനയുടെ തീരങ്ങളിൽ കൃഷ്ണൻ അസ്വസ്ഥനായി അലയുന്നു. വിരഹത്തിന്റെ തീവ്രതയിൽ ആ തണുത്ത നിലാവ് പോലും കൃഷ്ണന് തീ പോലെ പൊള്ളുന്നതായിരുന്നു. എന്നാൽ കൃഷ്ണന്റെ കൂടെയുള്ള കൗതുകക്കാരനായ മധുമംഗലനാകട്ടെ ഈ വൈകാരിക പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് കളിതമാശകളിലൂടെയും ചിരിയിലൂടെയും സന്തോഷവും മാനുഷികമായ ഊഷ്മളതയും പകർന്നു നൽകാൻ ശ്രമിക്കുന്നു. അതേസമയം മുല്ലയും മാലതിയും പടർന്നു പന്തലിച്ച സുഗന്ധപൂരിതമായൊരു ലതാഗ്രഹത്തിൽ ലളിതയ്ക്കും വിശാഖയ്ക്കുമൊപ്പം രാധ പ്രണയകലഹത്തിന്റെ ഉത്തുംഗതയിലിരിക്കുകയാണ്. കൃഷ്ണൻ മറ്റുള്ളവരോട് പ്രിയം കാണിച്ചുവന്ന ശ്രുതികൾ കേട്ട് അവൾ പരിഭവത്തോടെ മുഖം തിരിച്ചു നിൽക്കുകയാണെങ്കിലും അവളുടെ ഹൃദയം ഉള്ളിലൊളിപ്പിച്ച സ്നേഹത്താൽ മെല്ലെ വിറകൊള്ളുന്നുണ്ടായിരുന്നു. വൃന്ദാവനത്തെ ആകർഷിക്കുന്ന അജയ്യനായ ജേതാവായിട്ടല്ല കൃഷ്ണൻ ആ കുഞ്ചത്തിലേക്ക് കടന്നു ചെന്നത്. മറിച്ച് അങ്ങേയറ്റം വിനയത്തോടെയാണ്. അവിടുന്ന് മധുരമായ അനുനയ വാക്കുകൾ സംസാരിക്കുകയും രാധയുടെ സൗന്ദര്യത്തെ പ്രണയഭക്തിയോടെ വർണ്ണിക്കുകയും അവളുടെ മുറിവേറ്റ അഭിമാനത്തിന്റെ മതിലുകളെ സാവധാനം ഉരുകിയില്ലാതാക്കുകയും ചെയ്യുന്നു. ഈ അനുനയത്തിന്റെ പരകോടിയിൽ ജഗദീശ്വരൻ രാധയുടെ മുന്നിൽ പ്രണയപൂർവം ശിരസ്സു നമിച്ച് അവളുടെ താമരപാദങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കോപത്തെ കാരുണ്യമായും അകലത്തെ അനുഭൂതിയായും വിരഹത്തെ ആത്മീയ സംഗമമായും മാറ്റുന്ന അപൂർവമായൊരു നിമിഷമാണത്. രാധയുടെ ഹൃദയം മെല്ലെ ഒടുകുമ്പോൾ അവളുടെ പ്രണയകലഹം ലജ്ജാർദ്രമായ പ്രണയമായി പൂത്തുലയുന്നു. വെള്ളി നിലാവു പരന്ന കടമ്പുമരങ്ങൾക്കും പ്രകാശിക്കുന്ന മൺവിളക്കുകൾക്കും കീഴെ ആ കുഞ്ചമാകെ വസന്തകാലത്തെ പോലെ ഉണർന്നെഴുന്നേൽക്കുന്നു. ഒടുവിൽ ലളിതയും വിശാഖയും ആഹ്ലാദഭരിതനായ മധുമംഗലനും ചുറ്റും നിൽക്കി രാധയും കൃഷ്ണനും പുഷ്പസിംഹാസനത്തിൽ ഒന്നിച്ചിരുന്ന് വീണ്ടും മനോഹരമായ പ്രണയലീലകളിൽ മുഴുകുന്നു. വിരഹം, പ്രണയകോപം, വിനയം, സമർപ്പണം, അനുനയം, നിത്യസംഗമം എന്നിവയുടെ ആത്മാംശമാണ് ഈ ദൃശ്യപരമ്പരയിൽ പ്രതിഫലിക്കുന്നത്. വ്രജഭൂമിയുടെ പാവനമായ പ്രണയാന്തരാക്ഷത്തെ പുരാതന ഡച്ച് ബംഗാൾ ഓയിൽ വാഷ് ശൈലിയുടെ മനോഹാരിതയിലൂടെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രണയം എത്രമേൽ തീവ്രതയാണോ അവിടെ വിരഹം പോലും അതിമധുരമായ ഒന്നിച്ചുചേരലിലേക്കുള്ള വഴിയായി മാറുന്നു.